കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ മുങ്ങി മരിച്ചത് 14 പേർ. ജലാശയങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരിൽ 75% യുവാക്കളും കുട്ടികളും. മുങ്ങി മരണങ്ങൾ കൂടുമ്പോഴും അപകടങ്ങൾ നിയന്ത്രിക്കാൻ നടപടിയില്ല എന്ന ആക്ഷേപം ശക്തം. കോഴിക്കോട് ജില്ലയിൽ 2 മാസത്തിനിടെ മുങ്ങി മരിച്ച 14-ൽ 11 പേരും യുവാക്കളും കുട്ടികളുമാണ്. ജീവൻ നഷ്ടമായവരിൽ 7 പേർക്ക് പ്രായം 20 വയസ്സിൽ താഴെ മാത്രം. കുളിക്കുന്നതിനിടെ മുങ്ങിമരിച്ച സംഭവങ്ങളാണ് കൂടുതൽ. ജലാശയങ്ങളിൽ വേണ്ടത്ര സുരക്ഷയില്ലാത്തതിനൊപ്പം ശാസ്ത്രീയമായി നീന്തൽ പഠിക്കാത്തതും മുങ്ങിമരണങ്ങൾ കൂടാൻ കാരണമാണ്. നീന്തൽ നിർബന്ധമായിട്ട് പഠിക്കണം. പക്ഷേ നീന്തൽ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല, ശാസ്ത്രീയമായുള്ള നീന്തൽ പഠിക്കണം. പലപ്പോഴും നീന്തൽ ഇപ്പം അടുത്ത സമീപ പ്രദേശത്തൊക്കെ നീന്തൽ അറിയുന്ന ആളുകളാണ് മുങ്ങി മരിച്ചത്. എല്ലാവരും മസിൽ ക്ലാമ്പിംഗ് ആയിട്ടാണ് മുങ്ങി മരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മസിൽ ക്ലാമ്പിംഗ് ഉണ്ടായാൽ പോലും വെള്ളത്തിൽ ഫ്ലോട്ടായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് പഠിക്കണം. ഇനി ബൈ ചാൻസിൽ അങ്ങനെ ഒരു അപകടം ഉണ്ടായാലും ഒന്ന് CPR കൊടുക്കാനുള്ള അറിവുള്ള ആൾക്കാർ ഉണ്ടാവുക. രണ്ടാമതായിട്ട് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യാനുള്ള ടെക്നിക്ക് പഠിക്കുക. മുങ്ങിമരണങ്ങൾ ക്രമാതീതമായി കൂടുന്ന സാഹചര്യത്തിൽ പാഠ്യപദ്ധതിയിൽ നീന്തൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. അക്കാഡമിക് പഠനത്തോടും ഒപ്പം തന്നെ നീന്തലും ആവശ്യമാണ്, പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ കൂടുതൽ പ്രായമായി പഠിക്കുന്നതിനെക്കാട്ടിലും ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്ന സമയത്ത് ഒരു പരിധി വരെ രക്ഷപ്പെടാൻ അത് സഹായിക്കും. 2024-ൽ 65-ഉം 2023-ൽ 57-ഉം പേർ കോഴിക്കോട് ജില്ലയിൽ മാത്രം മുങ്ങി മരിച്ചിരുന്നു. റോഡപകടങ്ങൾ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമാകുന്നത് ജലാശയങ്ങളിലാണ്. എന്നിട്ടും മുങ്ങിമരണങ്ങൾ നിയന്ത്രിക്കാൻ കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ക്യാമറ പേഴ്സൺ മുഷ്താഖിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, കോഴിക്കോട്.